ഇന്ത്യൻ ഫുട്ബോൾ ലോകം സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ലീഗിന്റെ കാര്യത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് സമയമാകുമ്പോൾ നടന്നു പോകുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് പ്രശ്നങ്ങൾ എന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിയിച്ചു. ഇനിയും നോക്കിയിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ടാവണം കഴിഞ്ഞ ദിവസം ISL പ്ലെയേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരുന്നു. മാത്രമല്ല ടൈംസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം തിങ്കളാഴ്ച ISL ക്ലബ് ക്യാപ്റ്റന്മാരുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലീഗ് നടക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പവറുള്ള കാര്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചെയ്യണമെന്ന നിലപാട് താരങ്ങൾ എടുത്തതായിട്ടും പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയ അഭിക് ചാറ്റർജി പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് നിന്ന് പരസ്പര വിശ്വാസം ഉണ്ടാക്കി കൊമേഴ്സ്യലി വൈബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊമേഴ്സ്യൽ പാർട്ട്നേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് പരസ്പരം കമ്മിറ്റ്മെന്റ് കാട്ടണം, സാക്രിഫൈസുകൾ ചെയ്യണം, ഡിമാൻഡുകൾ അയവ് വരുത്തണം, ഈഗോ കളഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒരേ ദിശയിൽ വർക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കൊമേഴ്സ്യൽ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ ഫെഡറേഷന് കഴിയാതെ പോയത് അവർ വെച്ചിട്ടുള്ള ചില കണ്ടീഷൻസ് മൂലമാണെന്നുള്ള കാര്യം. അതിൽ അവർ അയവ് വരുത്തണം, താരങ്ങളുടെ സൈഡിൽ നിന്നും സാലറിയുടെ കാര്യത്തിലും മറ്റും സാക്രിഫൈസസ് ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സാക്രിഫൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒബിയേറ്റയുടെ ഒരു സ്റ്റോറി കേട്ടത്. 2022 നടക്കുന്ന സംഭവമാണ്. പുള്ളി പോളിഷ് ലീഗിലേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് അവിടെയായിരുന്നു ആ സമയത്ത് താമസിച്ചത്. അവരോട് അടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് സാലറിയും മറ്റ് ബെനഫിറ്റ്സും ഒന്നും നോക്കാതെ പുള്ളി ന്യൂലി പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്ത് ആ ക്ലബിൽ എത്തിയതിനു ശേഷവും പുള്ളിക്ക് ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് വന്നുവെങ്കിലും പുള്ളി അതൊക്കെ ഒഴിവാക്കി അവിടെ തന്നെ തുടരുകയായിരുന്നു. പണത്തേക്കാൾ കമ്മിറ്റ്മെന്റിനാണ് ഒബിയേറ്റ അവിടെ പ്രിഫറൻസ് കൊടുത്തത്. പുള്ളിയുടെ ലക്ഷ്യം പോളിഷ് ലീഗിലേക്ക് ചേക്കേറി തന്റെ ഗേൾഫ്രണ്ടോ പാർട്ട്ണറോ ആരാണെങ്കിലും അവരോടൊപ്പം അടുത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി പുള്ളി കുറച്ച് സാക്രിഫൈസ് ചെയ്തു, കുറച്ച് കോംപ്രമൈസ് ചെയ്തു, പുള്ളിയെ ലക്ഷ്യം നേടിയെടുത്തു. അതേപോലെ തന്നെ ലീഗ് നടക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലീഗ് നടത്താൻ കഴിയും.